പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമുക്ക് നൽകിത്തന്ന ഈ നല്ല ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമുള്ള ഒരു ദിവസമായി മാറേണ്ടതിനായി നമുക്ക് ദിവസസന്നിധി പ്രാർത്ഥിക്കാം. എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം, എന്നെ ഹല്ലേലൂയ കരുതുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവം, ആ കർത്താവിൻ്റെ കരത്തിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മളെ ഒന്ന് സമർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് കാണുന്നത്. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ശിഷ്യന്മാരോട് പറയുന്ന ഒരു സാഹചര്യമാണത്. ഭയപ്പെട്ട് പേടിച്ചു നിൽക്കുന്ന ഒരനുഭവം. ഇന്ന് പകൽക്കാലം ഈ വചനം ദൈവം നമ്മളോടും ഇടപെടുകയാണ്. ഭയപ്പെട്ട് നിൽക്കുന്ന ആരൊക്കെയോ, ഹല്ലേലൂയ, ധൈര്യമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, നമുക്ക് ഒത്തിരി ആകുലതകളാണ്. ശിഷ്യന്മാരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി തിരമാല ഉയർന്നു, കാറ്റടിച്ചു, യാത്ര തടസ്സമായി. ഒരല്പം പോലും നീങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഇനിയും എങ്ങനെ മുന്നോട്ട് പോകും? നാം ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. ഒത്തിരി ചിന്തകൾ കയറിയിറങ്ങി ശിഷ്യന്മാരുടെ മനസ്സിലൂടെ. ഇന്ന് പകൽക്കാലം ഒരുപാട് ചിന്തകൾ നമ്മളെ വല്ലാണ്ട് ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെയായിത്തീരും, എന്തായിത്തീരും, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇനിയും ഹല്ലേലൂയ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക, ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ജീവിതം ഒരു വേസ്റ്റാണ്. ഹല്ലേലൂയ, എന്തിനാ ദൈവം എന്നെ സൃഷ്ടിച്ചത്? ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ധൈര്യപ്പെടുവിൻ, നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. കർത്താവ് പറയുക, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. അമ്മേ, ഇന്ന് പകൽക്കാലം നമ്മുടെ സിറ്റുവേഷൻ അറിയുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുക, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. അതിനർത്ഥം നമ്മുടെ കർത്താവ് അടുക്കൽ വന്നാൽ, നമ്മുടെ യേശു കർത്താവ് നമ്മുടെ അടുക്കൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിശ്ചയമായി ചില വിഷയങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വാസം മാത്രം പോരാ നമുക്ക്, ഹല്ലേലൂയ, പ്രവൃത്തിയും കൂടെ വേണം. വചനം നമ്മളോട് ഇടപെടുമ്പോ, ഹല്ലേലൂയ, നമ്മൾ വിശ്വസിക്കുക മാത്രം, വിശ്വസിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ പോരാ. ഹല്ലേലൂയ, വചനം എന്താ ഇടപെടുന്നത്? വചനം ഹല്ലേലൂയ നമ്മളോട് ഇടപെടുന്നത് അനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയും കൂടെ വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ നിശ്ചയമായും പ്രവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനാണോ ദൈവാത്മാവ് ഇടപെടുന്നത്? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്താ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നത്? ഹല്ലേലൂയ. അത് ഇന്ന് പകൽക്കാലം ആ വചനമനുസരിച്ച് നാം സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ, ആ വചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, നിശ്ചയമായും ചില അത്ഭുത പ്രവർത്തികൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ധൈര്യത്തോടെ ഇരിക്കുക. എൻ്റെ യേശു കർത്താവ് എൻ്റെ അടുക്കലുണ്ട്. എൻ്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരും. എൻ്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എൻ്റെ യേശു കർത്താവ് എന്നെ ശക്തീകരിക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എൻ്റെ യേശു എന്നെ ശക്തിപ്പെടുത്തും, എൻ്റെ യേശു എന്നെ ധൈര്യപ്പെടുത്തും. ഹല്ലേലൂയ, ഞാൻ ബലത്തോടെ നിൽക്കും. എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു നിമിഷം കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ച്, പരിശുദ്ധനായ ദൈവമേ, ഈ ദൈവജനത്തെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ, വലിയ വിടുതലുകൾ കാണട്ടെ, വലിയ ദൈവപ്രവൃത്തി കാണട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.